ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് പൂരങ്ങളും വേലകളും ആനകളും ഒക്കെ ഇഷ്ടമുള്ളവർക്കായിട്ട്, മേളം ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ വലിയ വലിയ ഇപ്പോൾ തൃശ്ശൂർ പൂരം മാതിരിയുള്ളിടത്ത് പോയി കഴിഞ്ഞാലൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ചും പറ്റില്ല, അതൊക്കെ അത്രയും പ്രൊഫഷണൽസിനല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ കേട്ടോ ഏറ്റവും വലിയ വേലയാണിത്. ലാസ്റ്റ് വേലയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത്. അപ്പോൾ പോണ വഴിക്കന്നെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം മുഴുവനൊന്ന് കാണണം കേട്ടോ. ഞാൻ എൻ്റെ ശബ്ദമൊന്നും അല്ല ഉണ്ടാവുക, ഫുൾ മേളം മുന്നേ ശ്രദ്ധിക്കാം, പഞ്ചാരി മേളമൊക്കെ കാണണം കേട്ടോ. അപ്പോൾ പോണ വഴിക്കന്നെ ഇതാ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് കിഴക്കുമുറി വേലയാണ്. അപ്പോൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല, രണ്ട് സ്ഥലത്തും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോണ വഴിക്ക് ഉള്ള വേലയാണ്. ഇതാ ഒരാളുടെ കുളിയാണ് ഇവിടെ നിർത്തി, ഓരോരോ വീട്ടുകളിൽ നിന്നിട്ടാണല്ലോ കുളിച്ച്. അവൻ ശ്രീ അയ്യപ്പനായിരുന്നു കേട്ടോ, ചെറുപ്പശ്ശേരി ശ്രീ അയ്യപ്പൻ. അപ്പം നെക്സ്റ്റ് ഇതാ ആ അടുത്ത് തന്നെയുള്ള തൊടിയിലാണ് എല്ലാവരും ഇപ്പോൾ കുളിപ്പിച്ച് കെട്ടിയിരിക്കുന്നത്. അതാണ് അങ്ങനെ കറുകറുക്കണം, എന്ത് ഭംഗിയിലാണ് നിൽക്കണ കണ്ടില്ലേ. ഇവനാണ് ധർമ്മൻ, മറ്റാട് ധർമ്മൻ. അപ്പം എല്ലാം നല്ല ലക്ഷണമുള്ള ആനകളല്ലേ. ഇപ്പം എത്ര അടുത്ത് പോയാലും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇടം കണ്ടിട്ടിട്ട് പട്ട ആവശ്യമൊന്നുമില്ല, വയറൊക്കെ നിറഞ്ഞിട്ടാണ് നിൽക്കണേ. ഇതാ ഇദ്ദേഹമാണ് ഇന്നത്തെ താരം, എറണാകുളം ശിവകുമാർ. അപ്പോൾ എന്താ ഒരു ഭംഗിയറിയാം. എല്ലാവരും പറയുന്നത് ശരിക്കും ശ്രീ ഗണപതിയാണ് ഇതെന്ന്. ഇദ്ദേഹമാണ് നമ്മളുടെ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് ആ തെക്കേ ഗോപുരം, വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഗോപുരം തുറന്നു വരില്ലേ, അതായിരുന്നു ഇദ്ദേഹം. കണ്ടോ എന്താ ഒരു ഭംഗിയറിയോ ഹൈറ്റും. അപ്പോൾ ഇതാ ഒരു കൊമ്പ് കമ്മിയാണ് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത് ശരിക്കും ശ്രീ ഗണപതിയാണ്. അവൻ്റെ തന്നെ കൊമ്പുണ്ട്, അതിൽ ഫിറ്റ് ചെയ്യും ഇനി എഴുന്നള്ളത്തെ സമയത്ത്. ഇവൻ ശ്രീ മണികണ്ഠനാണ്, ചെർപ്പളശ്ശേരി മണികണ്ഠ കേട്ടോ. അപ്പോൾ അവൻ്റെയൊക്കെ അടുത്താണ്, എടുത്ത് പോയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കുളി കഴിഞ്ഞ് വരുന്നു, ശ്രീ അയ്യപ്പൻ കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. എന്താ തുമ്പിയൊക്കെ ഉണ്ടോ നിലത്ത് മുട്ടാണ്ടിരിക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന്. തൊട്ടടുത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്, എന്ത് രസമായിട്ടാണ്. ആണെങ്കിൽ ആനകൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ എന്തോരം ഇഷ്ടം അറിയോ. ആനകൾ പറഞ്ഞാൽ ഇത്രയും അടുത്തടുത്ത് ഇങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഇനി ഒരാൾ കൂടി വരാണ്ട് 5 ആനകളാണ് ഇവിടുന്ന്, കിഴക്കുമുറിയിൽ നിന്ന് 5 ആനയാണ് കേട്ടോ. അപ്പോൾ ഇത് കരടിമല എന്ന് പറയും, കരടിമല ക്ഷേത്രമാണിത്. മുമ്പ് ഇവിടെ വെറും ഒരു പറമ്പായിരുന്നു. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഇവിടെ കുറച്ച് ദൂരമുണ്ട്, വീട്ടിൽ നിന്ന് ദൂരമുണ്ട്, നടന്നു വരും ഇവിടേക്ക്, ഭഗവത് സേവയ്ക്കൊക്കെ നടന്നു വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അത് കുറേ കാട് മാതിരി ആക്കിയിട്ട് അവർ ശരിക്കും, അധികം റബ്ബറാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ തേക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ ഡോളില്ലേ, നാസിക് ഡോൾ, അതൊക്കെ കഴിഞ്ഞു. ചേച്ചി എടുത്തില്ലല്ലോ, ഞങ്ങളുടെ ഒന്നും വീഡിയോ എടുത്തില്ല. പക്ഷേ അവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഇവിടെ എത്തുമ്പോഴേക്കേ ടൈമായി, അവരുടെ കഴിഞ്ഞു, ട്രക്കൊട്ട് കഴിഞ്ഞു. രാവിലത്തെ മേളം ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് അമ്പലം, കരടിമല എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇവിടെയാണ് ആനച്ചമയങ്ങളും, ഇവിടെ രാവിലത്തെ മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനച്ചമയമൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ആ 5 പേരൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടില്ലേ എല്ലാവരുടെയും ചമയങ്ങളും, പിന്നെ കുടമാറ്റത്തിനുള്ള കുടകളും എല്ലാം ഇവിടെയാണ്. അപ്പോൾ ഇത് ആരുടെയൊക്കെയാണ് മനസ്സിലായില്ലേ. ധർമ്മനുണ്ട്, മണികണ്ഠനുണ്ട്, ഏറ്റവും മെയിനായിട്ട് എറണാകുളം ശിവകുമാറുണ്ട്, പിന്നെ ശ്രീ അയ്യപ്പനുണ്ട്, പിന്നെ ഒരാളും കൂടി വരാണ്ട് മച്ചാട് ഗോപാലൻ. അത് ഞാൻ ചോദിച്ചതാണ്, ഇനി വരുമ്പോൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കരടിമല, ഇവിടുന്നാണ് ഇത് സ്റ്റാർട്ടാവുന്നത്, ഈ മേളവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതാണ് കിഴക്കുമുറി വേല, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടുന്നാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മൾ തറവാട്ടിൽ പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് ഈ സമയത്തേക്ക് എത്തിയാൽ മതിയല്ലോ. നിങ്ങൾക്കൊക്കെ ആനച്ചമയം കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇവിടുത്തെ മേളം. ഹലോ, ഇന്ന് നാട്ടിലെ ലാസ്റ്റ് വേലയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അല്ലെങ്കിൽ വിഷുവേലയല്ലേ, ഞാൻ കഴിഞ്ഞ തവണ വിഷുവേലയൊക്കെ കാണിച്ചിരുന്നില്ലേ, ഇപ്രാവശ്യം വിഷുവേലയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നാട്ടിലെ ലാസ്റ്റ് വേലയാണ് കേട്ടോ, ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ കൂട്ടാല ഭഗവതി എന്ന് പറയും, കൂട്ടാല ഭഗവതി പറയും, പൊക്കച്ചിക്കാവ് എന്നും പറയും കേട്ടോ. കാരണം എന്ത് ചൂടുള്ള സമയം, നല്ല ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. ആ ചൂടുള്ള സമയത്തും ഈ അമ്പലത്തിലത്തെ വേല ദിവസം മഴ പെയ്യും എന്നാണ് പറയുക. ഒന്നുമില്ലെങ്കിൽ മരുന്ന് മണി സമയത്തെങ്കിലും മഴ പെയ്യും. അപ്പോൾ പോക്കച്ചികൾ
തവള കരയുമല്ലോ, അതാണ് പൊക്കച്ചിക്കാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് എന്തൊക്കെ കാണുക വഴിയിൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലത്തെ എന്ന് പറയാം നല്ല ഗംഭീരമായിട്ടുള്ള വേലയാണിത്. അപ്പോൾ എന്തൊക്കെ കാണിക്കാൻ പറ്റും, ഏതൊക്കെ ടൈം വരെ, എത്ര ടൈം വരെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങോട്ട് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കാണൂ എന്തൊക്കെ വിശേഷങ്ങളെന്ന്. എല്ലാവരും കാണണം കേട്ടോ പ്ലീസ്. കാണാത്തതൊക്കെ മുമ്പത്തെ എൻ്റെ കുറേ ഞാൻ എത്രയോ ഉദയപൂരൊക്കെ പോയിട്ട് എന്ത് ഗംഭീരമായിട്ട് എടുത്തിട്ടതറിയോ. അപ്പോൾ അത്ര നന്നായിട്ടുണ്ടോയെന്നല്ല ഞാൻ പറയണ, സ്ഥലങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് ആരും കണ്ടിട്ടില്ല. എന്താ വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കാണുന്നവരൊന്ന് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കൂ കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ വേലയുടെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റില്ലേ, ഞാൻ വോയിസ് ഓവറല്ലേ കൊടുക്കുക. അപ്പം ഞാൻ അന്ന് ആദ്യം ഒരു ഇൻട്രോ കൊടുത്തിട്ട് അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കൊട്ടക്കഥ കേൾക്കുന്നുണ്ട്, അപ്പോഴേക്കും മയിലിൻ്റെ ശബ്ദം. അപ്പം ശരി, എല്ലാവരും കാണൂ കേട്ടോ. ഇതാ തറയും പൂതനൊക്കെ ഉടങ്ങനെ പോണ വഴിയിൽ വീടുകളിൽ തറയും പൂതനും. അപ്പം അത് കണ്ടപ്പോൾ നിന്നപ്പോൾ എനിക്ക് നമ്മളെ കണ്ടപ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചു, അത്ര തന്നെ. ഞാൻ വിചാരിച്ചു കുറേ എല്ലാവരും കൂടി കളിക്കുമ്പോൾ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അറിയില്ല കേട്ടോ. ഇത് ആ അമ്പലത്തിൻ്റെ അടുത്ത് കൂട്ടാല ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ, ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ സ്കൂള്. ഈ സ്കൂളൊക്കെ ഞാൻ കാണിച്ചിട്ടില്ലേ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിൻ്റെയൊക്കെ. അതാണ്, ഇതാണ് കേരളശ്ശേരി ഹൈസ്കൂളാണ്. അപ്പോൾ ഇതവിടെ എല്ലാവരും തുറക്കാൻ പോകണുള്ളൂ. ഒരു ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു എല്ലാം അവിടെ തന്നെ സ്കൂളുണ്ട്, യു പി സ്കൂളാണ്. ഞാൻ ഇതിലല്ല പഠിച്ചത്, ഞാൻ വേറെ യു പി സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ യു പി ഞാൻ പറഞ്ഞില്ലേ, കിഴക്കുമുറി വേല പറഞ്ഞില്ലേ, അവിടെയാണ് ഞങ്ങളുടെ യു പി സ്കൂളിലോട്ട്. ഇത് യങ് മെൻസ് ലൈബ്രറി, മുമ്പത്തെ ലൈബ്രറി, ഞങ്ങൾക്കൊക്കെ കുറേ ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടാണ് പൊക്കച്ചിക്കാവ് കേട്ടോ, കൂട്ടാല. ഇവിടെ പാട്ട് താല്പര്യമാണ് ഇതിന് പറയുക. ശരിക്കും ഈ ഉത്സവത്തിൻ്റെ പേര് പാട്ട് താല്പര്യം. കാരണം പാട്ടാണ് ഇവിടെ കുറേ ഈ പാട്ട് ബഹുരിപ്പാട്ടില്ലേ, അതാണ്. അത് എത്രമാത്രം കൂടുന്നു അത് കഴിഞ്ഞിട്ടാവും താലപ്പൊലി കേട്ടോ. ആ താലപ്പൊലിക്ക് ഈ പാട്ട് എത്ര പേര് ഇതാക്കിയിട്ടുണ്ടോ അതിനനുസരിച്ച് നീളും. മുമ്പൊക്കെ 10-12 പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 42, 48 ആണ്. അപ്പോൾ അതിനനുസരിച്ച് മുമ്പേ തുടങ്ങും ഇത്. അപ്പോൾ ഇതാണ് കൂട്ടാല ക്ഷേത്രം കേട്ടോ. മുമ്പൊന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പിന്നിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കുഞ്ഞു ക്ഷേത്രമാണ്, സരസ്വതി ക്ഷേത്രമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അല്ലേ. സരസ്വതി ക്ഷേത്രങ്ങൾ അധികം ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത് ശരിക്കും മുമ്പൊക്കെ ഞങ്ങൾ ബുക്ക് വയ്ക്കൊക്കെ ഇവിടെയാണ്, പുസ്തകം പൂജയ്ക്ക് വയ്ക്കൊക്കെ. ഇത് അമ്പലക്കുളമാണ്. അപ്പോൾ അമ്പലക്കുളം കൂടി ഒന്ന് കാണിച്ചു തരാം അല്ലേ. പിന്നിലാണേ, അമ്പലത്തിൻ്റെ പിന്നിലാണ്. നമ്മളെന്നും തൊഴുത് അങ്ങോട്ട് പോവല്ലേ ചെയ്യുള്ളൂ. ഇത് പുളിയൊക്കെ ഉണ്ട് എന്തായാലും. ഞാൻ കണ്ടോ താളിക്കുഴികൾ കണ്ടോ കല്ലിൽ. ഇതിലാണ് നമ്മൾ ഈ ചെമ്പരത്തിയൊക്കെ താളിയില്ലേ, വലിയ താളിയും ചെമ്പരത്തിയൊക്കെ അതിലാണ് നമ്മൾ ഉരച്ചിട്ട് അതിൽ പിഴിഞ്ഞ് വയ്ക്കും. എന്നിട്ടാണ് പുളി കഴിഞ്ഞ് തേച്ച്, അങ്ങനെയൊക്കെയാണ് മുമ്പ് കേട്ടോ. ഇപ്പോഴും അത് നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ എന്തുണ്ടറിയോ, കാണിക്കാൻ പറ്റില്ല, അത്ര ആൾക്കാരായിരിക്കുമല്ലോ ഇവിടെ. ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്ത് ഇവിടെ വൈകുന്നേരം വരുമ്പോൾ കേട്ടോ. അപ്പം ഞാനതാണ് ഈ സമയത്ത് വന്നിട്ടൊന്ന് തൊഴുകലും ആവും, നമ്മൾക്ക് ഇതൊക്കെ കാണിക്കുകയും ചെയ്യാം. അപ്പം ഇനി വൈകുന്നേരം കാണേ. നമ്മുടെ വേല വരികയാണ്. ഇതാണ് കേട്ടോ കിഴക്കുമുറി ദേശം. കണ്ടില്ലേ എന്താ അവരുടെ ഫ്ലാഗ് വീശലൊക്കെ. അപ്പോൾ നമ്മളുടെ അഞ്ചാൾക്കാർ ഇപ്പോൾ വരും. അപ്പോൾ മറ്റേ സൈഡിലത്തെ നമ്മളുടെ വേറെ വേലകൾ എടുക്കാൻ പറ്റില്ല, കാരണം 2 സ്ഥലത്തും കൂടി ഇതായി നിൽക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അപ്പോൾ ഇത് നമ്മളുടെ സ്കൂൾ ഗ്രൗണ്ടാണ്. അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഒരു വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അതിൻ്റെ മുമ്പിലാണ് വൈകുന്നേരത്തെ ആദ്യത്തെ മേളം, പഞ്ചാരി മേളം അവിടെ നിൽക്കുക. അതാ നമ്മുടെ ശിവകുമാർ വരുന്നു. വിരലൻ എന്തായാലും എടുപ്പ്, അദ്ദേഹം തിടമ്പൊക്കെ ഇട്ടിങ്ങനെ വരികയാണ്. അപ്പോൾ കൊമ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ 5 ആളും എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 4 ആളല്ലേ കണ്ടുള്ളൂ പുളി. അപ്പോൾ 5ാമത്തെ ആൾ വന്നിട്ടുണ്ട്, മച്ചാട് ഗോപാലും കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേല കാണിക്കാം, വേല കൊടമാറ്റം ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വലിയൊരു പൂരമാണ് തൃശ്ശൂർ പൂരം. ഇത് പാട്ട് താലപ്പൊലി. പക്ഷെ എന്നാലും മുമ്പൊന്നും ഇത്ര ഗംഭീരമൊന്നുമല്ല കേട്ടോ. ഇപ്പോഴാണ് എല്ലാവർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു ഉത്സവം അല്ലേ നടത്തണം എന്നുള്ള ഇതൊക്കെ വന്ന് നന്നായിട്ട് ഉഗ്രനായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫുള്ള് ഈ ഒരു ഭാഗത്തേ പറ്റുള്ളൂ, കിഴക്കുമുറി വേലയെങ്കിൽ കിഴക്കുമുറി വേല ഒരു ഇത് കാണിക്കാം. അപ്പോൾ എല്ലാവരും കാണും, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയണില്ല. ഓക്കെ.
അതാണ് നമ്മളുടെ കിഴക്കുമുറി ദേശം. നമ്മുടെ കൊടി കണ്ടില്ലേ, കൊടി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ മേളം തുടങ്ങി. അപ്പോൾ എനിക്ക് രണ്ട് സൈഡിലും കൂടി പോകാൻ പറ്റില്ല. ഒരു ആന വടക്കുമുറിയിൽ നിന്ന് ഒരാന അമ്പല കമ്മിറ്റി വകയും, അങ്ങനെ ടോട്ടൽ 7 ആനയാണ് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവരെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും വിശേഷമായിട്ടുള്ളത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഇവിടെയാണ് കുടമാറ്റവും കാര്യങ്ങളുമൊക്കെ ഇവർക്ക് ഈ ആനകളുടെ അടുത്താണ് നടക്കാൻ പോകുന്നത്. കാരണം അവർ ഓരോന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 5 പേരും എല്ലാവരും തൃശ്ശൂർ പൂരം കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണേ. അപ്പോൾ നല്ല ഭംഗിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒക്കെ കുളിപ്പിച്ച് സുന്ദരന്മാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. മണ്ണിൽ കളിക്കാൻ പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ ഇവരെല്ലാവരും കുഞ്ഞു കുട്ടികളെ മാതിരിയായിരിക്കും. അപ്പോൾ കുറച്ച് മേളം കേട്ടോളൂ കേട്ടോ. ഇവിടുത്തെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിഞ്ഞു പോവുകയാണ്. ഇനി എന്താണ്, അമ്പലത്തിൻ്റെ അടുത്ത് വലിയ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പഞ്ചാരിമേളവും, ഏറ്റവും വലിയ പഞ്ചാരിമേളവും പിന്നെ കുടമാറ്റവും ഒക്കെ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിഞ്ഞു പോവുകയാണ് 5 ആളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ആനകളുടെ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് പോട്ടെ. പിന്നിൽ ആനകളെ വിട്ടിട്ടുള്ള കളിയില്ല. ഇന്നെന്തായാലും അവരുടെ കൂടെ തന്നെ പരിപാടി. അപ്പോൾ അതാ കണ്ടോ ഞങ്ങളുടെ സ്കൂളിൻ്റെ മുമ്പ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. ശിവകുമാറും മണികണ്ഠനും ശ്രീയ്യപ്പനും ധർമ്മനും ഗോപാലനും എല്ലാവരും കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ തിടമ്പ് വെച്ചിട്ട് പോണ പോക്ക് കണ്ടില്ലേ, എന്തോ ഒരു ഭംഗിയല്ലേ. എന്താ ഇത്രയും ശാന്ത സ്വഭാവമുള്ള ആൾക്കാർ കണ്ടാണ്ടാവില്ലേ, പക്ഷെ ഒരു ചവിട്ട് കിട്ടിയാൽ മതി എന്ന് മാത്രം അല്ലേ. അറിയാണ്ടെങ്കിലും ഒരു ചവിട്ട് കൊണ്ടാൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ തന്നെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് അപ്പുറത്തെ ആനകൾ ഇറങ്ങി പോയിട്ടുണ്ടാവും. അത് കാരണം അവരെ എടുക്കാൻ പറ്റില്ല, ഇവരെ മാത്രം എടുത്ത് നടക്കുകയാണ് കേട്ടോ. ഞാൻ ഇവരുടെ കൂടെ നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ആനകളുടെ കൂടെ. അപ്പോൾ ഇതിന് പാട്ടുതാലപ്പലി അല്ലെങ്കിൽ കൂട്ടാല വേല എന്നാണ് ഞങ്ങളൊക്കെ മുമ്പൊക്കെ പറയുക കേട്ടോ. ശരിക്കും പാട്ടുതാലപ്പലിയാണ്. പാട്ടുതാലപ്പലി പാട്ടാണ്. ഇത്ര 40-48 ദിവസത്തെ പാട്ട്, കളംപാട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് സ്കൂളിൻ്റെ UP സ്കൂളിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള മേളം. ഈ വിശന്നിട്ടൊന്നുമല്ല, പക്ഷേ വെറുതെ ഇങ്ങനെ പട്ട കിട്ടുമ്പോൾ ഇങ്ങനെ വയലിലേക്ക് വെക്കാം, ഒരു ടൈം പാസിന് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം തോന്നും. എല്ലാവരും വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് കുടമാറ്റം, ഇത് പഞ്ചാരിമേളമൊക്കെ കാണാം കേട്ടോ.
അപ്പോൾ കൂട്ടാല ഭഗവതിയുടെ പാട്ട് താലപ്പൊലി ഇതോടെ സമാപിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കൊട്ടും കൂടി ഉണ്ട് ഭഗവതിയുടെ മുമ്പിൽ പോയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മരുന്ന് മണിയൊന്നും ഇന്നല്ല കേട്ടോ, 7-ാം ദിവസമാണ്. 7-ാം ദിവസമാണ് ഇവിടുത്തെ ഗംഭീര മരുന്ന് മണി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതോടുകൂടി ഇനി എന്താണ് രാത്രി 2 മണിക്കോ മറ്റേ ഒരു പാട്ടും കൂടി ഉണ്ട്, അത്ര ഭഗവതി പാട്ടും കൂടി ഉണ്ട്. ആ പാട്ടോടു കൂടിയാണ് ഇത് അവസാനിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ ഇവരും ആനകളൊക്കെ അങ്ങോട്ട് പോകണമെന്ന് കണ്ടപ്പോൾ നമ്മളും തിരിച്ചു പോവാണ്. ഇനി ഇവരുടെ കൂടെ നടന്നു കഴിഞ്ഞാലേ കാര്യം പോക്കാവും. അപ്പം നല്ലോണം രാത്രി. ശരി കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ദൂരത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലേ അങ്ങനെ ആർക്കെങ്കിലും നമ്മളുടെ അവിടുത്തെ വേല കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ, ഷെയർ ചെയ്യണേ. എന്നാൽ ശരി, ടാറ്റാ.